ഫ്രണ്ട്സ്, PSC അപ്ഡേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും അറിഞ്ഞാണല്ലോ, LDCയുടെ മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ തുടക്കത്തിൽ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലയിലാണ് വന്നിരിക്കുന്നത്. അന്നേരം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കഴിഞ്ഞ LDCയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 52.67 ആയിരുന്നു. അന്നത്തെ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 1438 പേരെയായിരുന്നു ഉൾക്കൊള്ളിച്ചത്. അതുപോലെയുള്ള സപ്ലൈ ലിസ്റ്റിൽ 1139, ടോട്ടൽ 2577 പേരെയാണ് ഉൾക്കൊള്ളിച്ചത്. അന്ന് ഈ നമ്പർ കണ്ടെത്തിയതെന്ന് പറയുന്നത് അവർ PSC നോക്കിയെന്ന് വെച്ചാൽ അതിന് തൊട്ട് മുന്നിലത്തെ വർഷത്തിൽ LDCയിൽ എത്രമാത്രം അഡ്വൈസ് പോയി, സപ്ലൈ ലിസ്റ്റിൽ നിന്നും എത്ര അഡ്വൈസ് പോയി, അതിനനുസരിച്ച് അതിൻ്റെ ഇരട്ടിയോളം ആൾക്കാരെ, ആ പോയ ടോട്ടൽ അഡ്വൈസിന് ഇരട്ടിയോളം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ലിസ്റ്റായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അന്നേരം നമുക്ക് ഇപ്രാവശ്യം നടന്ന അഡ്വൈസ് ഡീറ്റെയിൽസ് അനുസരിച്ചായിരിക്കും ഇനി വരാൻ പോകുന്ന പുതിയ ലിസ്റ്റിലെ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ 71 എബോ ഉള്ളവർക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ മെസ്സേജ് വന്നിട്ടുള്ളതെന്നാണ്. മെസ്സേജ് ചിലപ്പോൾ എല്ലാവർക്കും വരണമെന്നില്ല. ചിലപ്പം നേരത്തെ പല എക്സാമുകളിലും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞവർക്ക് ചിലപ്പം വരണമെന്നില്ല. ചിലപ്പം മെസ്സേജ് വരാത്തവർക്ക് പോലും ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ ലിസ്റ്റിൽ പേര് കാണുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് മെസ്സേജ് വന്നില്ല എന്നോർത്താരും വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ വന്നിട്ടുള്ളതിൽ നമുക്ക് കിട്ടിയ അറിവെന്ന് പറയുന്നത് 71 എബോ ഉള്ളവർക്കാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ LDC എക്സാം നോക്കുകയാണെങ്കിൽ എക്സാം 20/11/2021 നടന്നിട്ട് ഷോർട്ട് ലിസ്റ്റ് 20/5/2022 വന്നത്. അതിൻ്റെ മെയിൻ ലിസ്റ്റ് 1/8/2022 വന്നത്. അന്ന് നടന്ന എക്സാമിലെ ഏറ്റവും ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത് 78.33 ആയിരുന്നു. നമ്മളിപ്പം പ്രതീക്ഷിച്ചിരുന്ന കട്ട് ഓഫ് തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം ഒരു 63 റേഞ്ചിലൊക്കെ മാക്സിമം വരുമെന്നായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എല്ലാവരുടെയും പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് മെസ്സേജ് വന്നിട്ടുള്ളത് 71 വരെ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് കട്ട് ഓഫ് എത്രമാത്രം ഉയരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ചിലപ്പം കുറച്ച് താഴോട്ട് മാർക്ക് വരെ ഇനിയും മെസ്സേജ് വരാൻ സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതാണ് 70 മുകളിലാണ് കട്ട് ഓഫ് എന്ന് തീർത്തും പറയാനും സാധിക്കുകയില്ല. കട്ട് ഓഫ് ചിലപ്പം താഴാനുമുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിന് ഓഗസ്റ്റ് 2025 വരെയാണ് കാലാവധി ഉള്ളത്. ഇതുവരെയുള്ള നിയമനം നോക്കുകയാണെങ്കിൽ ടോട്ടൽ 971 അഡ്വൈസുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ പോയത്. OC 622 വരെയും. ആ സാഹചര്യത്തിൽ ഏകദേശം ഇനിയുള്ള 8 മാസ കാലയളവിൽ ഒരു 300-350 വേക്കൻസി മാക്സിമം പോയാൽ തന്നെയും ഒരു 1400-1500 വേക്കൻസികൾ മാത്രമേ ടോട്ടൽ പോകത്തുള്ളൂ. അന്നേരം ഒരു 2000-നകത്തുള്ളൊരു ലിസ്റ്റായിരിക്കാം ഇനി നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ പ്രതീക്ഷിക്കേണ്ടത്. അതിനെ എന്തായാലും പോകാൻ സാധ്യതയില്ല. ഒരു 2000 പേരുടെ ലിസ്റ്റായിരിക്കാം ഇനി പുതിയ ലിസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ആൾക്കാരുടെ എണ്ണം കുറയുന്നത് കൊണ്ട് കട്ട് ഓഫ് ചിലപ്പം കൂടാനുള്ള സാഹചര്യവുമുണ്ട്. ഇനി നമ്മൾ പത്തനംതിട്ട ജില്ലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് 52 ആയിരുന്നു. അവിടുത്തെ മെയിൻ ലിസ്റ്റിൽ 571 പേരും സപ്ലൈ ലിസ്റ്റിൽ 561 പേരെയുമായിരുന്നു ഉൾക്കൊള്ളിച്ചിരുന്നത്. ടോട്ടൽ 1132 പേരായിരുന്നു കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ഏകദേശം 58 അബോവ് മാർക്കുള്ളവർക്കാണ് മെസ്സേജ് വന്നിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മൾ പത്തനംതിട്ടയിൽ പ്രതീക്ഷിച്ചിരുന്ന കട്ട് ഓഫ് ഒരു 57 മുതൽ 62 വരെയാണ്. കട്ട് ഓഫ് ചിലപ്പോൾ ഇനി താഴാനും ഷോർട്ട് ലിസ്റ്റിൽ വരുന്നവരുടെ മെസ്സേജ് വരാനുള്ളവരുടെ എണ്ണം ഇനി കൂടാനും ഉള്ള സാഹചര്യത്തിൽ ചിലപ്പം കട്ട് ഓഫ് പത്തനംതിട്ട ജില്ലയിൽ 58-ൽ നിന്ന് താഴെ പോകാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഇനി മെസ്സേജ് വന്നില്ല എന്ന് കരുതിയും ആരും വിഷമിക്കേണ്ട. ചിലപ്പോൾ ഇനി മെസ്സേജ് വരാനും ഉള്ള സാഹചര്യവുമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ടോട്ടൽ 495 അഡ്വൈസുകളാണ് ഇതുവരെ പോയത്. അടുത്ത വർഷം 2025 ഓഗസ്റ്റ് വരെയാണ് ഇതിൻ്റെ കാലാവധി ഉള്ളത്. അതിൽ ഓപ്പൺ കാറ്റഗറി 291 വരെ മാത്രമേ പത്തനംതിട്ട പോയിട്ടുള്ളൂ. ഇനിയുള്ളൊരു 8 മാസ കാലയളവിൽ മാക്സിമം ഒരു 200-250 വേക്കൻസി പോകാനുള്ള സാധ്യതയെ പത്തനംതിട്ട ജില്ലയിലുള്ളൂ. അങ്ങനെ വെച്ച് നോക്കിയാൽ തന്നെ ഒരു 700-750 അഡ്വൈസ് മാത്രമേ പത്തനംതിട്ട ജില്ലയിൽ ടോട്ടൽ പോകുന്നുള്ളൂ. അന്നേരം പുതിയൊരു ലിസ്റ്റ് വരുമ്പോൾ അങ്ങനെ അതിനെ ആനുപാതികമായി നോക്കുകയാണെങ്കിൽ ഒരു 1200 പേരുടെ ലിസ്റ്റ് ആയിരിക്കാം പത്തനംതിട്ട ജില്ലയിൽ പുതിയ LDCക്ക് വരാൻ പോകുന്നത്. അങ്ങനെ നോക്കിയാലും പത്തനംതിട്ട ജില്ലയിൽ ഇനി കട്ട് ഓഫ് ഒരുപാടങ്ങ് കുറഞ്ഞു പോകുമെന്ന് തോന്നുന്നില്ല. 57-58 റേഞ്ചിൽ നിൽക്കുന്ന കട്ട് ഓഫാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ മെസ്സേജ് വന്നത് 71 എബോവ് ആണ്. തിരുവനന്തപുരം ജില്ലയിൽ ചിലപ്പോൾ ഒന്നും കൂടി കുറയാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. അതിനാൽ കട്ട് ഓഫ് മെസ്സേജ് വന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അതിനി മെസ്സേജ് വരാത്തവർ വിഷമിക്കേണ്ട. മെസ്സേജ് വന്നില്ലെങ്കിൽ പോലും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു പ്രതീക്ഷയിലിരിക്കുക. അന്നേരം ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. നന്ദി. എപ്പോഴും പറയുന്നത് പോലെ
മെസ്സേജ് വന്നു എന്ന് കരുതി പഠനം ഉപേക്ഷിക്കാതിരിക്കുക. അഡ്വൈസ് കിട്ടുന്നത് വരെയും പഠിച്ചുകൊണ്ടേയിരിക്കുക. 10th പ്രിലിമിനറി എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.